ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഞാനിത് ഷോർട്സ് ആക്കി എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും ഉപ്പും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറൊരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് അതേ അളവിൽ തന്നെ ഞാൻ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് ഞാൻ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സവാള നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാളയിലോട്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കാശ്മീരി റെഡ് ചില്ലി ഇല്ല കേട്ടോ. കാശ്മീരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുക. എന്നാൽ നല്ലൊരു കളറും കിട്ടും, വലിയ എരിവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ. ഇനി അതിലോട്ട് കുറച്ച് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഞാൻ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലപോലെ തന്നെ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 20-22 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്നട്ട് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും അതിൻ്റെ ഒറിജിനൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടില്ല ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു 2.5-3 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ വെള്ളത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികം ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തക്കാളി നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ വെള്ളവും അത്യാവശ്യം വറ്റി വരും. ഇപ്പോൾ ഇതോടെ നല്ല പോലെ തന്നെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടറും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഞാൻ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ നമ്മൾ മുരിയിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അങ്ങനെ മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മസാലയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഹാർഡായിട്ടിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ആ രീതിയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. ചിക്കൻ ഇവിടെ നല്ല പോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ചൂടാറിയിട്ട് ഞാനിവിടെ മിക്സിയിലിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടൊന്നുമില്ല, ഞാൻ നേരെ തന്നെ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് തിളക്കാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് വരുന്ന നേരത്ത് നമ്മളുടെ ഗ്രേവി ചെറുതായിട്ടൊന്ന് കളർ മാറും കേട്ടോ. അപ്പോൾ ഇത്രയും കളർ മാറില്ല, ഇത് ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിവിടെ ബട്ടർ നാനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ബട്ടർ റൈസോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.